കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞപ്പോൾ CPMകാർക്ക് വലിയ ആശ്വാസമായിരുന്നു. അതായത് കെ സുധാകരൻ്റെ ശല്യം ഇനി സഹിക്കണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് അണികളെ ഉത്തേജിപ്പിക്കുമല്ലോ, ആ ഒരു അഗ്രഷൻ ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലല്ലോ. ഇതൊക്കെ തീർച്ചയായും കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ഒരിക്കലും സണ്ണി ജോസഫിന് കെ സുധാകരനാകാൻ കഴിയില്ല. അതുപോലെ അഗ്രഷനും വീറും വാശിയും ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്ന സംവിധാനമൊന്നും സണ്ണി ജോസഫ് എന്നല്ല, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഒന്നും കഴിയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല, VM സുധീരന് കഴിയില്ല, ആർക്കും കഴിയില്ല. കാരണം അതുപോലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കെ സുധാകരൻ കണ്ണൂരിൽ നടത്തിയത്. സാക്ഷാൽ പിണറായി വിജയനോടും EP ജയരാജനോടും MV ജയരാജനോടും P ജയരാജനോടും ഒക്കെ നേർക്ക് നേർ നിന്ന് കണ്ണൂർ ജില്ലയിൽ ജീവൻ പണയം വെച്ച് നടത്തിയ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്ഥാനം നേടിയെടുത്തത്. കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായാണ് വാസ്തവത്തിൽ സണ്ണി ജോസഫ് അവിടെ DCC അധ്യക്ഷനായതും പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പിൻഗാമിയായി കേരള രാഷ്ട്രീയത്തിൽ KPCCയുടെ അധ്യക്ഷനാകുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, കെ സുധാകരനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. കൃത്യമായി ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണം എന്ന രീതിയിലേക്ക് തന്നെയാണ്. കാരണം 2026 എന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അധികാരം തിരികെ കിരാത ഭരണത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പുവരുത്തണമെങ്കിൽ കെ സുധാകരൻ മത്സരിച്ചേ മതിയാകൂ എന്നുള്ളത് വ്യക്തം. നമുക്കറിയാം, ഉദുമയിൽ കെ സുധാകരൻ 2016 മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം നിസ്സാര വോട്ടുകൾക്കാണ് ഇടത് കോട്ടയായ ഉദുമയിൽ പരാജയപ്പെട്ടത്. ഒരു ഘട്ടത്തിൽ 8600ഓളം വോട്ടിൻ്റെ ലീഡ് നേടിയെടുത്ത ഉദുമയിൽ കെ സുധാകരൻ അവസാനം 3000-നടുത്ത് വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. ഒന്ന് ആലോചിക്കണം, കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന് പറയുന്നത് രാഷ്ട്രീയ മണ്ഡലം കൂടിയാണ്. എന്നാൽ അതുപോലെയല്ല കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ വെറും 1400 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ സതീശൻ പാച്ചേനി പരാജയപ്പെട്ടത്. ആ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത് ഏറ്റവും ഗംഭീരമായ വിജയത്തിലൂടെ ആയിരിക്കണമെന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുകയാണ്. അതിന് ഏതെങ്കിലും ഒരു കണ്ണൂർ ജില്ലയിലെ നേതാവിനെ ഇറക്കി തിരികെ പിടിക്കുകയല്ല വേണ്ടത്, സാക്ഷാൽ കെ സുധാകരൻ തന്നെ തിരികെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. സുധാകരനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇനി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. 81 വയസ്സായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഇനി മത്സരിക്കാനുള്ള താല്പര്യം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, സുധാകരൻ അല്ല എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വീണ്ടും മോഹം വരും. ചെറിയ വോട്ടിനെങ്കിലും ചിലപ്പോൾ ജയിച്ചു കയറിയാൽ വീണ്ടും വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയാലോ എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് കെ സുധാകരനെ കണ്ണൂരിൽ നിർത്തുന്നത്. വാസ്തവത്തിൽ അത് മാത്രമല്ല, പല സമവാക്യങ്ങളുടെ കൂടി ആവശ്യകത ഉണ്ട്. കെ സുധാകരൻ്റെ രാഷ്ട്രീയം കേരളത്തിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഇടതുപക്ഷ ഭരണത്തെ വേരോടെ അറുക്കാൻ കഴിയൂ എന്ന് വ്യക്തം.